ഹലോ മക്കളെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. കാരണം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാച്ച് ലൈവ് പോയപ്പോൾ ഒരു മോള് നമ്മുടെ ലൈവ് ചാറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻഡ് അത് എനിക്ക് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ പറയുന്നത്. അത് നമ്മുടെ ബാച്ച് ലൈവിലുണ്ടായിരുന്ന മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കൊരു ഹാർട്ട് ഇമോജി ഇട്ടിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, മിസ് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, നിങ്ങളെല്ലാവരും പഠിച്ചു തീർന്നോ, അല്ലെ പഠിച്ചു തുടങ്ങിയോ, പഠിച്ച് എവിടം വരെ എത്തി, അങ്ങനെ എന്നുള്ള ആ ഒരു മീനിങ് വരുന്നൊരു കമൻ്റായിരുന്നു, ഒരു ലൈവ് ചാറ്റായിരുന്നു. അപ്പോഴാണ് മിസ് ആലോചിച്ചത്, നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇൻക്ലൂഡിങ് മിസ് പോലും നിങ്ങളുടെ പ്രായത്തിൽ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ നീ പഠിച്ച് എവിടെ എത്തി, അല്ലെ എത്ര ചാപ്റ്റർ കഴിഞ്ഞു, അല്ലെ അല്ലെങ്കിൽ പഠിച്ച് തീരാറായോ എന്ന് ചോദിക്കുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്. ഞാൻ ഒന്നും പഠിച്ചില്ല, അല്ലേ, പഠിച്ചിട്ടൊന്നും തീരുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ എവിടെ എത്തിയിട്ടില്ല, ഇന്ന് രാത്രി പോയിട്ട് വേണമെന്ന് ബുക്ക് തുറക്കാൻ. ഈ ആൻസർ അല്ലേ നിങ്ങളിൽ പലരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. കാരണം ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പം മിക്കവാറും 99% നമുക്ക് കിട്ടുന്ന റിപ്ലൈയും ഈ മിസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അതിൽ ഒരാൾ പോലും പറയില്ല, അല്ലെങ്കിൽ 1% ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും, ഓ ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു, അല്ലേ, ഇനി എനിക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ റിവൈസ് ചെയ്താൽ മതി. ആ പറയുന്ന 1% നമ്മൾ മാറ്റി നിർത്തും, ഒരിക്കലും നമ്മുടെ കൂടെ കൂട്ടാറില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓ വലിയ പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു, എല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ, നമ്മുടെ കൂട്ടത്തിലൊന്നും കൂട്ടുന്ന ഐറ്റം അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്താറുണ്ട്. ഈ ഒറ്റപ്പെടുത്തൽ പേടിച്ചിട്ടാവാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും നമ്മളായാലും പലപ്പോഴും നമ്മളുടെ ഫ്രണ്ട്സിനോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. കാരണം നമ്മൾക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു സമാധാനം പോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവർ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പം നമ്മൾക്ക് എങ്ങനെയാണ് ആശ്വാസം കിട്ടുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ ഞാനും പഠിക്കേണ്ട, എന്നാൽ കൂട്ടത്തോടെ എല്ലാവരെയും പാസ്സാക്കി വിടും. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ ഉണ്ടോ? ഇല്ല, അല്ലേ? അവർ പഠിച്ചാലും അവർ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. ആൻഡ് ദ റിയാലിറ്റി ഈസ് എല്ലാവരും പഠിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്ന നമ്മളും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, ഒരു ആശ്വാസത്തിനായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരും പഠിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും. ചില ആൾക്കാരെങ്കിലും ബാക്കിയുള്ളവർ പഠിച്ചിട്ടില്ല എന്നാൽ ഞാനും പഠിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: മക്കളെ, എല്ലാവരും പഠിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവല് ഈ ചോദ്യങ്ങൾക്കിടയിലല്ല, ഒരു റിസൾട്ട് വരുമ്പോഴാണ്. ഒരു റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും മാർക്സ് ഉണ്ട്, അല്ലേ, നമുക്ക് മാത്രം മാർക്കില്ല, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ നീ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ നിനക്ക് മാർക്കുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ പറയുമായിരിക്കും, ഓ എന്തൊക്കെയോ എഴുതിയിട്ട് കിട്ടിയ മാർക്കാണ്, അങ്ങനെ അവർ പറയുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടി? നമ്മുടെ മാർക്സ് പോയി, നമ്മൾ എവിടെ എത്തില്ല, അല്ലേ? നമ്മളെവിടെ എത്തില്ല. കാരണം മാർക്സ് കിട്ടിയ ആൾക്കാരെ നെക്സ്റ്റ് കോളേജിൽ പോകും, അതിൻ്റെ അടുത്ത ലെവലിൽ പോകും, അവർ പഠിക്കും, നമ്മൾക്കൊന്നും കിട്ടില്ല. ആ സമയത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, കാരണം അതിൻ്റെ ഇത്രയും സോളിഡായിട്ട് മിസ് പറയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം കുട്ടികൾ നേരത്തെ തന്നെ നമ്മുടെ +2 ഇയറേ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവർ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ്സുകൾ അവർ റിവിഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നമ്മൾ +2 കുട്ടികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി കുട്ടികളും നമ്മളുടെ ബാച്ചിലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാച്ചുകളിൽ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് യൂട്യൂബ് ക്ലാസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റത്തെ റിവിഷന് വേണ്ടിയിട്ട്, മാരത്തോൺ റിവിഷന് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം എന്തെങ്കിലും മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു ബൾബ് കത്തുന്നുണ്ടാവും, നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബാച്ച് ലൈവ് കഴിഞ്ഞപ്പോൾ കുറേ മക്കൾ പറഞ്ഞു, സത്യം 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 എന്ന്, ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ബാക്കിയുള്ളവർ പറയുന്ന പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ പോകുന്ന കൂട്ടത്തിലാണെങ്കിൽ മക്കളെ, അത് ഇനിയെങ്കിലും നിർത്തിക്കോ. അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ റിസൾട്ട് വരുന്ന സമയത്ത് ഇരുന്ന് കരയേണ്ടി വരും. ആ കരച്ചിലിൽ ബാക്കിയുള്ളവർക്ക്, നിങ്ങളുടെയും നിങ്ങളുടെ പാരൻസ്, നമ്മൾ ടീച്ചേഴ്സ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ് പഠിക്കുക.
അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പഠിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ +2 യോധ ക്രാഷ് ബാച്ച് ഉണ്ട്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റാണ് നമ്മളുടെ ഷോർട്ട് നോട്ട് ലൈവ്. ഇപ്പോൾ നിങ്ങൾ മിസ് പറയുന്നത് മിസ് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇപ്പം മോഡൽ എക്സാം ആവാറായില്ലേ, അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആയില്ലേ. മക്കളെ ഈ ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന സെഷനാണ്. അതുകൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും കിട്ടുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് റിവിഷനും അത് യൂസ്ഫുൾ ആവും. ഇനി അതിൽ തന്നെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ക്ലാസ് ഉണ്ട്, 1 ഷോട്ട് റെക്കോർഡർ ക്ലാസ് ഉണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്താൽ മതി, അതിൽ ആ ടോപ്പിക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആ 1 ഷോട്ട് റെക്കോർഡർ ക്ലാസ്സിൻ്റെ നോട്ട് നോക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PYQs ചെക്ക് ചെയ്യാം. PYQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ എനിക്ക് പഠിച്ചിട്ട് കിട്ടുന്നുണ്ട്, അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ പാറ്റേൺ ബേസ്ഡ് മോഡൽ എക്സാംസ് ഉണ്ട്. ആ മോഡൽ എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും തീർച്ചയായിട്ടും. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും 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 ഫാർ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോഴാണെങ്കിൽ ഓഫറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അതായത് നമ്മളുടെ നീറ്റ് എക്സാം അതുപോലെ കീം എക്സാം ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ച മക്കളാണെങ്കിൽ അവർ 2 വർഷം മുമ്പ് തന്നെ ഇതിന് തുടങ്ങിയിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ, നമ്മളുടെ പൃഥ്വി ബാച്ചിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷേ ഈ വർഷം പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത് കഴിഞ്ഞ് അടുത്ത വർഷം എനിക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ യെസ്, ഒന്ന് വെറുതെ പോയി എഴുതി കളയാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും എൻ്റെ കുട്ടികൾ അതൊന്ന് ഒരു ക്രാഷ് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അത് എങ്ങനെയാണ്. അപ്പോൾ ക്രാഷ് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇത് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദെൻ നിങ്ങൾക്ക് നമ്മളുടെ നീറ്റ് മോഡൽ എക്സാംസ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ വെച്ച് നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നീറ്റ് എക്സാമും വെറുതെ പോയി അറ്റൻഡ് ചെയ്യുന്ന നീറ്റ് എക്സാമും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നീറ്റ് എക്സാമിൻ്റെ ആ ഒരു ഹാളിൽ എഴുതുന്ന സമയത്ത് പഠിച്ച ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് ആയിരിക്കില്ല പഠിക്കാതെ വെറുതെ എഴുതുന്ന ഒരാൾ. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു സീരിയസ് ആയിട്ടുള്ള എക്സാം അല്ല, ഞാൻ ഇനി എഴുതുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നീട് നിങ്ങളൊരു റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ, അതായത് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവും. ഒന്നും അറിയാതെ പോയി റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. പഠിക്കുക.